ഞാനൊന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നൂറയുടെ കയ്യിൽ ടിഷ്യൂ അല്ലായിരുന്നു ലിപ്സ്റ്റിക് ആയിരുന്നു എന്നുള്ളത്. ഈ ഒരു പ്രശ്നം കഴിഞ്ഞ് ബ്ലൈൻഡ്സ് ഓപ്പൺ ചെയ്തപ്പോൾ നൂറ വേഗം വീടിനകത്തേക്ക് കയറിയിട്ട് ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു എന്ന് കരുതി ആ സമയത്ത് നമ്മൾ ആരെങ്കിലും ലിപ്സ്റ്റിക്കുകൾ എടുത്തിടും? ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇടില്ല. ബാഗിൽ നിന്ന് എടുത്തിട്ട് ലിപ്സ്റ്റിക്കും കൊണ്ടാണ് പോയതെന്ന് നമ്മൾ ഓർക്കുന്നില്ല. അങ്ങനെയുള്ള ഒരാളാണെന്ന് ചിന്തിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് വൈറ്റ് കളർ സംഭവം എടുത്തിട്ട് പുറത്തേക്ക് പോകുന്ന ആ ഒരു പ്രശ്നം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ കരുതുക, ടിഷ്യൂ എടുത്തിട്ടാണ് പോകുന്നതെന്നല്ല കരുതുക. ആ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നൂറ ചെയ്തത് ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് ആ ലിപ്സ്റ്റിക്കും കൊണ്ട് പോകുന്നത്. നമ്മളൊക്കെ പറഞ്ഞത് അത് ടിഷ്യൂ നശിപ്പിച്ചു, തെളിവ് നശിപ്പിച്ചു എന്നാണ്. അതിനാണ് മാപ്പ് പറഞ്ഞത്. ഇന്നലെ വൈകുന്നേരമാണ് ആ ഒരു വീഡിയോ ഇടുന്നത്. ടിഷ്യൂ ആണ് നശിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരമാണ് നമ്മൾ ആ വീഡിയോ ഇടുന്നത്. ഇന്നലെ ഏകദേശം ഒരു 4 മണി ആയപ്പോൾ തന്നെ നൂറ എവിക്റ്റായി, നൂറ പുറത്തു പോയി. നമ്മൾ അത് കഴിഞ്ഞ് വൈകുന്നേരം ഏതാണ്ട് ഈ ഒരു ടൈമിൽ 7 മണി 8 മണി ആ ടൈമിലാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്, നിങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് വോട്ടിംഗ് അത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നൂറ എവിക്റ്റായത്. നൂറ എവിക്റ്റായതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സിനല്ല. അതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും ഞാൻ ശൈത്യയ്ക്ക് കൊടുക്കാൻ പറയും. ശൈത്യ വീടിനകത്ത് വന്ന് കയറിയ ശേഷമാണ് ഇവരുടെ വോട്ടിങ്ങിലുള്ള റേഞ്ച് താഴേക്ക് വന്നുകൊണ്ടിരുന്നത്. അതുവരെ മര്യാദക്ക് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളായിരുന്നു. ഇവർക്ക് ഹേറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ കൂടെ നിന്ന് നല്ല രീതിയിൽ കളിച്ച് കുഴപ്പമില്ലാന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നൂറയെ 100% ടോപ്പ് 5 പ്രതീക്ഷിച്ചതാണ്. ശൈത്യ എന്ന് പറയുന്ന ഒരു എവിക്റ്റായി പോയ ഒരു കണ്ടസ്റ്റന്റ് വീടിനകത്തേക്ക് കയറി വന്ന് എന്തൊക്കെയോ ഗൂഢാലോചനകൾ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് നടത്തി ആ കുട്ടികളെ തിരിച്ച് മര്യാദക്ക് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ്. ശൈത്യയെ മര്യാദക്ക് കളിക്കാണ്ട് എവിക്റ്റായിപ്പോയി. പൈസ കൊടുത്തിട്ട് പോലും ആ കുട്ടിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ആ കുട്ടി എവിക്റ്റായിപ്പോയി. കാരണം അത്രത്തോളം മോശമായിട്ടാണ് കളിച്ചത്. അതുകൊണ്ട് ആ കുട്ടി എവിക്റ്റായിപ്പോയി. ഇതുകൊണ്ട് ആദിലെടുത്തും നൂറെടുത്തും ഇത്രമാത്രം ദ്രോഹം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവിടെ വന്ന് മര്യാദക്ക് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്ത് ആ കുട്ടികൾ പോലും തിരിഞ്ഞു. അനുവിൻ്റെ അടുത്ത് തലേ ദിവസം വരെ അവർ ഒരുമിച്ച് താഴെ ലിവിങ് ഏരിയയിൽ കിടക്കുമായിരുന്നു, ഒരുമിച്ച് താഴേക്ക് കിടക്കുമായിരുന്നു. ഇവനൊക്കെ വന്ന് വളരെ രസകരമായിട്ടല്ലേ, എന്തിന് പറയണം, വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് ഹാർട്ട് കൊടുത്ത, എൻ്റെ ഹാർട്ട് അനുമോളുടെ കയ്യിൽ സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞ് ഹാർട്ട് കൊടുത്ത ആളാണ് ആദില. അതായത് ശൈത്യ വന്ന് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് മാറണമെങ്കിൽ എന്തുമാത്രം ഇഞ്ചക്ഷൻ അവിടെ വെച്ച് കാണും ഇല്ലേ, തോന്നുന്നില്ലേ? അതിനുശേഷം രണ്ടാളുടെ സ്വഭാവം മാറി, ആദിലയുടെയും നൂറയുടെ സ്വഭാവം മാറി. അതുകൊണ്ടാണ് വോട്ടുകൾ കുറഞ്ഞുകൊണ്ടിരുന്നത്. അവർ കയറിയതിന് ശേഷമാണ് നൂറയുടെയും ആദിലയുടെയും വോട്ട് കുറഞ്ഞതും ആദില എവിക്റ്റായതും. നൂറ ടോപ്പ് 5 സ്ഥാനമുറപ്പിച്ച നൂറ പിന്നീട് വോട്ട് കുറയുകയും പുറത്താവാനും കാരണം ശൈത്യ എന്ന് പറയുന്ന അവരുടെ ഉറ്റ സുഹൃത്താണ്. ഒരു പക്ഷേ ശൈത്യയ്ക്ക്, എനിക്കറിയില്ല, എന്തെങ്കിലും വ്യക്തിപരമായിട്ട് അവർക്ക് അങ്ങോട്ടും എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അസൂയ കുശുമ്പൊക്കെ ഉണ്ടാവുമല്ലോ, എനിക്ക് കിട്ടിയില്ല അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ട, അങ്ങനെ ചിന്തിക്കാവുന്നവരും ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ ഈ സീസണിൽ കണ്ടല്ലോ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്തോ പിന്നാലെ നടന്ന് കുത്തുന്ന കട്ടപ്പന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ, അത് അങ്ങനെ സംഭവിച്ചതായിരിക്കും. ഇപ്പോൾ നമുക്ക് വരുന്ന കമൻറ്റുകൾ നിങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് ആ കുട്ടി പുറത്തായ ശേഷം ഇപ്പം മാപ്പ് പറഞ്ഞിട്ട് എന്തിനാണ് മാപ്പ് പറയാൻ തോന്നിയത്? എൻ്റെ മനുഷ്യത്വം. ഞാൻ ഇതിലൂടെ ഫ്രണ്ടിലൂടെ വന്ന് പറഞ്ഞു ഇങ്ങനൊരു കാര്യമുണ്ട് എന്ന്. ഞാൻ എന്നെ വിശ്വസിച്ച് എൻ്റെ വീഡിയോ കാണുന്ന ജനങ്ങളോട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇതാ കണ്ടില്ലേ നിങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ കാണിച്ചു കൊടുത്തു. അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അത് തിരുത്തേണ്ട എൻ്റെ കടമയാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രേക്ഷകരോട് വന്ന് പറഞ്ഞത് ഇതാ ടിഷ്യൂ പേപ്പർ അല്ലായിരുന്നു, ഇത് ലിപ്സ്റ്റിക് ആയിരുന്നു എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ്. തെറ്റ് പറ്റും, നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ, തെറ്റ് പറ്റാത്തവരാരാൾ, തെറ്റ് പറ്റും, അത് തിരുത്താനുള്ളൊരു മനസ്സ് കാണിക്കണം. അതാണ് ഞാൻ ചെയ്തത്. എനിക്ക് തെറ്റുപറ്റി ആ വീഡിയോയിൽ ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷേ ഞാൻ ഇന്നലെ വൈകുന്നേരം 7 മണിക്കാണ് ഞാൻ വീഡിയോ ഇടുന്നത്. 100 എവിക്റ്റ് ആയിരിക്കുന്നത് 4 മണി ആ സമയത്താണ്. അപ്പോൾ എങ്ങനെയാണ് വോട്ടിങ്ങിനെ ബാധിക്കുന്നത്? പിന്നെ ആദിലയും നൂറയും വെള്ള പൂശാനൊന്നും ആരും നിൽക്കണ്ട. അവർ കാണിച്ചത് ചെറ്റത്തരം തന്നെയാണ്. ഇപ്പോൾ ഫിനാലയുടെ പുറകിൽ എല്ലാവരും നടക്കുന്നുണ്ട്, അതങ്ങടെ എല്ലാവരും മറന്നു. എവിക്റ്റായി പോയതിനു ശേഷം ആദിലൊക്കെ അവിടെ കളിക്കേണ്ട ആവശ്യമില്ല. ഇത് ഗെയിം സ്പിരിറ്റാണ്, ഗെയിം ആണെന്നൊക്കെ ആദിൽ വന്ന് ലൈവിൽ പറയുന്നുണ്ട്. എവിക്റ്റായി പോയവർക്ക് എന്ത് ഗെയിം? എവിക്റ്റ് ആയതിന് മുമ്പാണെങ്കിൽ ഓക്കെ, ശരി, പോയതിനു ശേഷം പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവിടെ ഒരു ബോംബ് ഇട്ടിട്ട് പോകേണ്ട ആവശ്യം എന്തിരിക്കുന്നു? അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം? നൂറയെ ടോപ്പ് 5 കൊണ്ടുവന്നോളൂ, നല്ല കാര്യം, പാർട്ട്ണർക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ ഓക്കെ. ശൈത്യയും ആദിലയും നൂറയും അനുമോളെ ചതിക്കായിരുന്നു. അനുമോള് കൈയും കാലും പിടിച്ച് നൂറെടുത്ത് ചോദിച്ചപ്പോൾ നൂറ എൻ്റെ അള്ളാണെ സത്യം എനിക്കറിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ആദില നൂറെടുത്ത് പറയാതിരിക്കും തോന്നുന്നുണ്ടോ? നമ്മളും ചോറ് തന്നെയാണ് ഉണ്ണുന്നത്, നമുക്കറിയാം ഇതൊക്കെ അവർ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്കൊരു മാപ്പ് പറയാൻ തോന്നിയപ്പോൾ പറഞ്ഞതാണ് എന്ന് കരുതി ഇതിൻ്റെ അടിയിൽ വരുന്ന ഓരോ കമൻറ്റ്സ് ഇടുന്ന എനിക്ക് അവരോട് പറയാനുള്ളത്, നൂറ് എവിക്റ്റായി പോയത് ശൈത്യ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻറ്റ് വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്കറിയില്ല, അതിനുശേഷമാണ് അവരുടെ ഗെയിം മൊത്തത്തിൽ അവിടെ മാറിയത്, ഗെയിം ചേഞ്ച് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും സീസൺ 7 അവസാന ഘട്ടത്തിൽ ഒരു ഗെയിം ചേഞ്ചറായി മാറിക്കഴിഞ്ഞു. നൂറയും ആദിലയും അനുമോളോട് ചെയ്ത ക്രൂരത കുറച്ചൊന്നുമല്ല, അത് കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് നാളുകളായി
നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തൻ്റെ പാർട്ട്ണർ ഫിനാലയിൽ വരാൻ വേണ്ടിയിട്ട് ഇത്ര ചെറ്റത്തരം കാണിക്കുക അല്ലെങ്കിൽ ഇത്രമാത്രം ക്രൂരത അനുമോളോട് ആദില കാണിക്കുന്നു ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അനുമോൾ അത്തരത്തിലായിരുന്നു ഇവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. തൻ്റെ സുഹൃത്തുക്കൾ എന്നതിനേക്കാൾ ഉപരി കൂടെപ്പിറപ്പുകളെ പോലെയാണ് അനുമോൾ അവരെ സ്നേഹിച്ചിരുന്നത്. ഇത്രത്തോളം താഴ്ന്ന രീതിയിൽ കളിക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അനുമോൾക്കെതിരെ ആദിലയും നൂറയും ശൈത്യയും കൂടി ചേർന്ന് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അനുമോൾക്കെതിരെ ഇവർ നടത്തിയ ഒരു നാടകമുണ്ട്. അനുമോൾ ടിഷ്യൂ പേപ്പറിൽ ചേച്ചിയുടെ നമ്പറോ അനുമോളുടെ നമ്പറോ ഒക്കെയാണ് എഴുതി കൊടുത്തത്. എന്നിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് അനുമോൾ പി ആറിൻ്റെ നമ്പറാണ് കൊടുത്തത്, അക്ബറിനെ കരുവാരി തേക്കണം, പി ആറിൻ്റെ അടുത്ത് നൂറയെ സപ്പോർട്ട് ചെയ്യാൻ പറയണം, അങ്ങനെ എന്തൊക്കെ കള്ളങ്ങളാണ് ആദില പറഞ്ഞത്. അത് അവസാന നിമിഷം ആദ്യമേ അത് പറഞ്ഞ് ഡ്രാമയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ബിഗ് ബോസ് ടോപ്പ് 7 എന്ന് പറഞ്ഞത്. അതോടുകൂടി ആ ഡ്രാമയൊക്കെ അടച്ചു പൂട്ടി ലോക്ക് ഇട്ടു. പിന്നീടാണ് ആദില പുറത്തായത്. ആദില എവിക്റ്റ് ആയതിനു ശേഷമാണ് അത് പൊട്ടിക്കണം എന്ന് പറയുന്നത്. നൂറ് എടുത്ത് ചെവിയിലാണ് പറയുന്നത് അത് പൊട്ടിക്കണം എന്ന്. എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ലൈവിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് അത് പൊട്ടിക്കണം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വീടിന് മൊത്തം ഇത് പാട്ടായി, എല്ലാവരും അറിഞ്ഞു. അതിനുശേഷമാണ് അനുമോളെ എല്ലാവരോടും പോയി കയ്യും കാലൊക്കെ പിടിച്ച് പറയുന്നത്. ആ സമയത്ത് നൂറയോട് ചോദിക്കുന്നു, ആ ടിഷ്യൂ പേപ്പർ കാണിച്ചു തരും, ഒരു പ്രൂഫിന് വേണ്ടിയിട്ടാണ് കേട്ടോ, പ്രൂഫിന് വേണ്ടി കാണിച്ചു തരും. ആ ടിഷ്യൂവിൽ ഉണ്ടാവുമല്ലോ, ഞാൻ എഴുതി കൊടുത്തത് എൻ്റെ ചേച്ചിയുടെ നമ്പറാണ്, എൻ്റെ നമ്പർ തന്നെയാണ് എൻ്റെ സിസ്റ്റർ യൂസ് ചെയ്യുന്നത്, ആ നമ്പറാണ്, ഒരു പ്രൂഫിനോട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ നൂറ പറയുന്നത് എനിക്കറിയില്ല, നീയും ആദിലയും തമ്മിലുള്ള ഒരു പ്രശ്നം നിങ്ങൾ പറഞ്ഞ് തീർക്കണമായിരുന്നു, എനിക്കറിയില്ല എന്ന്. അത് നൂറ അവിടെ ബുദ്ധിപൂർവ്വം കളിച്ചതാണ്. ആദില പുറത്തുപോയി, ഇനി പുറത്തു പോയി ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ അവിടെ വെച്ചിട്ട്. എന്തായാലും ഇതാണ് സംഭവിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ്. എന്തായാലും ഇനിയിപ്പോൾ വോട്ടിംഗ് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, രാത്രി 12 മണി വരെയാണ് വോട്ടിംഗ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണോ അവർക്ക് തന്നെ വോട്ട് ചെയ്യുക. നാളെ നമുക്കറിയാം ആരാണ് വിന്നർ എന്നുള്ളത്. നാളെയാണ് കേട്ടോ ഷൂട്ട് തുടങ്ങുന്നത്. ഇന്ന് തുടങ്ങിയെന്നൊക്കെ കുറേ പേര് പറഞ്ഞു, ഇന്നൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല, നാളെ രാവിലെയാണ് ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, വൈകുന്നേരം ആയിരിക്കുള്ളൂ ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ ഷൂട്ട്. നമുക്ക് 7 മണിക്കായിരിക്കും ടെലികാസ്റ്റ്. അത് 1 മണിക്കൂർ ഡിഫറൻസ് ഉണ്ടാവത്തുള്ളൂ. നമുക്ക് കിട്ടുന്ന ലൈവും ഷൂട്ടും തമ്മിൽ ഒരു 1 അവർ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണ് സാധാരണ, അതിൽ തന്നെ ആയിരിക്കും ഇത്തവണ. എന്തായാലും നാളെ നമുക്കറിയാം ആരാണ് വിന്നർ എന്നുള്ളത്, നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങൾ ഈ ചാനൽ ഉണ്ടാവും കേട്ടോ.